ഇന്ന് ഞാൻ എൻ്റെ ചങ്ങായും കാസർഗോഡ് കുണ്ടുങ്ങയ്ക്ക് അടുത്തുള്ള ആമക്ക് ചോറ് വഴിപാടായി കൊടുക്കുന്ന ആമക്കുളം അമ്പലത്തിലേക്ക് പോവാന്ന്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണെങ്കിലും പകുതി എത്തുമ്പോഴേക്ക് എന്റെ ബുള്ളറ്റിന്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടി വഴിയിലായി. കേബിൾ മുന്നേ ടൈറ്റ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് ബുള്ളറ്റ് രാജേട്ടനെ വിളിച്ച് സംഭവം പറഞ്ഞു. അപ്പോഴാണ് അവരൊരു ഐഡിയ പറഞ്ഞത്. അതിന്റെ താഴെയുള്ള ആ സ്ക്രൂ ടൈറ്റ് ആക്കിയാൽ തൽക്കാലം ആക്സിലേറ്റർ ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആക്സിലേറ്റർ ഇല്ലാത്ത വണ്ടി എടുത്ത് നേരെ കോട്ടക്കൊന്ന് രാജേട്ടൻ്റെ അടുത്തേക്ക് വിട്ടു. ഇതാണ് രാജേട്ടൻ, ബുള്ളറ്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ബുള്ളറ്റിന് എന്ത് പണി ഉണ്ടെങ്കിലും ഈടെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാനം ഉണ്ടാവില്ല. വണ്ടി കൊടുത്തപ്പോൾ തന്നെ പണി തുടങ്ങി. 10 മിനിറ്റിൽ വണ്ടി റെഡിയാക്കി കിട്ടി. പിന്നെ നല്ല ചോറും സാമ്പാറും മീൻ പൊരിച്ചതും കഴിക്കാൻ നേരെ നമ്മുടെ ചന്താൻ ഹോട്ടലിലേക്ക് പോയി. അതായത് നമ്മുടെ സ്വന്തം ഹോട്ടൽ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ആമക്കുളത്തിലേക്ക് വിട്ടു. നമ്മുടെ അടുത്ത് നമുക്ക് പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നേരെ ആമനെ കാണാമെന്ന് വിചാരിച്ച് നേരെ കുളത്തിലേക്ക് പോയി. ഇവിടെയാണെങ്കിൽ നല്ല സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല സൈലന്റും ചെറിയ കാറ്റും തണുപ്പുമായിട്ടുള്ള ഒരു സ്ഥലം. ഈ കുളത്തിൽ 500-ലധികം ആമ ഉണ്ടെന്നാണ് പറയുന്നത്. ആമക്ക് ചോറ് കൊടുക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ട് എല്ലാം വള്ളത്തിന്റെ ഇടയിലാണ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വരുന്നുണ്ടെങ്കിലും അത് അപ്പൊ തന്നെ താഴേക്കും പോകുന്നു. ആ സ്റ്റെപ്പിലാണ് ആമക്ക് ചോറ് കൊടുക്കാറ്. ഇവിടെ അധികം ആൾക്കാർ വരുന്നത് സ്കിന്നിനുണ്ടാകുന്ന ആനത്തഴമ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ആമക്ക് ചോറ് വഴിപാടായി കൊടുത്ത ആനത്തഴമ്പൊക്കെ പോകുന്നതാണ് വിശ്വാസം. ഇത് ഇവിടുത്തെ നാഗത്തറയിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഒരു കാവ് സെറ്റപ്പ്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ വേറെ തന്നെ ഒരു തണുപ്പാണ്. ഇത്രയും മരങ്ങളുള്ളതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് സമയം കളണ്ട് വിചാരിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ ബൈ.